10 വർഷം അങ്ങ് MLA എന്ന നിലയ്ക്കും പിന്നെ 5 വർഷം ഇപ്പോൾ മന്ത്രി എന്ന നിലയ്ക്ക് പൂർത്തീകരിക്കുകയാണല്ലോ. ഈ 7 എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള വല്ല സ്വപ്നങ്ങളും മണ്ഡലത്തെക്കുറിച്ച് പദ്ധതികൾ? പിന്നെ പദ്ധതികളല്ല, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിക്കുന്ന പദ്ധതികളായിരിക്കണം ഇനി ആസൂത്രണം ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒരാൾക്കൊരു വീട്ടിൽ 100 രൂപ ചിലവ്, 200 രൂപയാണ് കുടുംബം കിട്ടും. അപ്പോൾ കുടുംബത്തിന് ഞങ്ങളിപ്പോൾ എൻ്റെ ഒരു മീനാക്ഷി അന്തൽപ്പാലത്ത് അതിൻ്റെ ഒരു 120 ഫാമിലി എടുത്തിട്ട് തുടങ്ങിയപ്പോൾ അത് സക്സസ്സായി. അപ്പോൾ ഒരു 80 വയസ്സായ ഒരാൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്ലാനാണ് ആസൂത്രണം ചെയ്തത്. അപ്പോൾ 500 കാട മേടിച്ചു കൊടുത്തു. തീറ്റ എവിടുന്ന് ബെഡിൽ നിന്ന് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 300 മുട്ട കിട്ടും. 300 കിട്ടിയാൽ 3 4 12 1200 രൂപ കിട്ടും. 300 രൂപ ചിലവ് ചെയ്യാൽ 900 രൂപ ആരുടെ പോക്കറ്റിൽ, 80 വയസ്സായ അയാളുടെ പോക്കറ്റിൽ വരികയാണ്. അച്ഛനും അമ്മയും മക്കളും മരുമക്കളൊക്കെ എന്ത് സ്നേഹം ഉണ്ടാവും അറിയോ? വരുമാനമുണ്ടെങ്കിൽ അങ്ങനെ അതേപോലെ സാമിൽ 90% വരെ സബ്സിഡി കിട്ടുന്ന സ്കീമുകളുണ്ട്. അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മുഴുവൻ മേടിച്ചു കൊടുക്കാൻ. ഡ്രിപ്പ് ഇറിഗേഷൻ കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായി ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. എല്ലാ അവാർഡും കാർഷിക മേഖലയിൽ കിട്ടുന്നത് ചിറ്റൂരാണ്. 2 അവാർഡെങ്കിലും ഒരു കൊല്ലത്തിൽ കിട്ടും. ഇപ്പോൾ പച്ചക്കറിയിൽ മോഹൻ രാജ് പറഞ്ഞ പയ്യന് കിട്ടിയത് എത്ര അറിയോ? 52 ടൺ എടുത്തു ഒരു ഏക്കറിൽ തക്കാളി. വേൾഡ് റെക്കോർഡ് 48 ഉള്ളൂ. അങ്ങനെ ശാസ്ത്രീയമായി എഴുതാനും വായിക്കാനും അറിയാത്തവരെ ശാസ്ത്രീയമായി പ്രിസിഷൻ ഫാമിംഗ് പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതൊരു തൃപ്തിയാണ്. മനസ്സിലൊരു തൃപ്തി ഉണ്ടല്ലോ. നമ്മളൊരാളിനെ സഹായിച്ചു, ഒന്ന് കാലത്തേറ്റ് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്കൊരാളിനെ സഹായിച്ചു എന്നുള്ളൊരു തൃപ്തി, അത് വലിയ തൃപ്തിയാണ്. മറ്റെന്തിനേക്കാളും വലുതാണ്. ഈ ഇലക്ഷനിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ എങ്ങനെയാണ് മണ്ഡലത്തിൽ ഉയർത്തുന്നത്? മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഈ വികസന പ്രവർത്തനത്തിൽ വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. വികസന പ്രവർത്തനം, കുടിവെള്ളം എത്തിച്ചതും ഇതൊക്കെ തന്നെയാണ്. അത് ജനങ്ങളൊരിക്കലും കൈവിടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ കമ്മ്യൂണിസ്റ്റ് വിമതരെന്ന് വിശേഷിപ്പിക്കും